നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കല്ലൂർ ആലങ്ങാട് ഭരതയിൽ റോഡരികിലെ കനാൽ കൾവർത്തിൽ സൂക്ഷിച്ചിരുന്ന 7.2 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. വെള്ളിയാഴ്ച രാത്രിയിലാണ് കഞ്ചാവ് ചാക്ക് റോഡിന് സമീപമുള്ള പീച്ചി ഇടതുകര കനാലിന് താഴെയുള്ള കൾവർത്തിൽ നാട്ടുകാർ കണ്ടത്. ഉടനെ എക്സൈസിൽ വിവരമറിയിച്ചു. 4 പൊതികളിലായാണ് കഞ്ചാവ് ചാക്കിൽ സൂക്ഷിച്ചിരുന്നത്. ഇരിങ്ങാലക്കുട റേഞ്ചിലെ എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ VP ഉണ്ണികൃഷ്ണൻ, PM ബാബു, KK രാജു, CK ചന്ദ്രൻ, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ KK സുധീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കഞ്ചാവ് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം പ്രതിയെക്കുറിച്ച് സൂചനകളുണ്ടെന്നും ഉടൻ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കുമെന്നും എക്സൈസ് അധികൃതർ പ്രതികരിച്ചു. സംഭവം അറിഞ്ഞ നിരവധി നാട്ടുകാർ ഒത്തുകൂടി. വൻതോതിൽ ലഹരി ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഒഴുകുന്നതിന്റെ തെളിവാണ് ഇതെന്നും തൃക്കൂർ പഞ്ചായത്തിൽ ലഹരിക്കെതിരെ വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതികൾ ഉടൻ പുനഃസംഘടിപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പോലീസിന്റെയും എക്സൈസിന്റെ സംയുക്ത പട്രോളിംഗ് പ്രദേശത്ത് ശക്തിപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അവർക്ക് അവരുടെ വീടല്ല, അവര് ഇവിടെ എന്ത് തണ്ടിത്തരം വേണമെങ്കിലും കാണിക്കും. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അനുഭവിക്കുന്ന നമ്മുടെ പിള്ളേർ ഇവിടുത്തെ യൂത്തുകൾ തന്നെയാണ്. ഇപ്പൊ ആമ്പിളര് മാത്രമല്ല, പെൺകുട്ടികൾ നമ്മൾ സർക്കാരൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് പ്രൈവറ്റ് പാർട്ടിലൊക്കെ തോൽപ്പിച്ചു അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പേപ്പറിൽ വെച്ച് നമ്മുടെ മുറ്റത്ത് വന്നു. സത്യം നമ്മൾ ഇത്രയും നാളും ഇത്രയും ഗൗരവം കൊടുത്തിട്ടുണ്ടായില്ല. എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിജനമായ ഒരുപാടുണ്ട്. ഇവിടെ ചെറിയ വണ്ടികൾ നന്ദിപുലം സെന്റ് മേരീസ് പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യനോസിന്റെ തിരുനാളിന് കൊടിയേറി. കൊടിയേറ്റ് ചടങ്ങിന് ഫാദർ ജിയോ ആലനോലിക്കൽ, ഫാദർ ഫ്രാൻസിസ് അറയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 10, 11, 12 തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. കല്ലൂർ പാലക്കപ്പറമ്പ് വഴിയോരം സ്നേഹക്കൂട്ടായ്മ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. റേച്ചൽ പിൻസൺ, ജോയ്സി മേജോ, ദീപ ജോൺസൺ, ഷൈജ ഷെന്നി, സുജി സജിത്ത് എന്നിവർ നേതൃത്വം നൽകി. കൂട്ടായ്മയിലെ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. ഓണക്കാലത്തും ഇവർ ആഘോഷം സംഘടിപ്പിച്ചിരുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 12,450 രൂപയും പവന് 99,600 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി.